42 വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മലയാളി എന്നുള്ള നിലയിൽ മലയാളി സമൂഹത്തിൻ്റെ വളർച്ചയും അമേരിക്കയിലെ മലയാളി സമൂഹത്തിൻ്റെ വളർച്ചയും അവരുടെ നിലപാടുകളിലെ മാറ്റങ്ങളും അവരുടെ പുതിയ ജനറേഷനുകളുടെ നിലപാടുകളും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ഉള്ള ഒരു മലയാളി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ നിലയിൽ അമേരിക്കൻ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് അവരുടെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ആ സഭകളെക്കുറിച്ചും പുതിയ തലമുറയെക്കുറിച്ചുമൊക്കെ എന്ത് പറയാൻ പറ്റും? അമേരിക്കയിൽ മലയാളി പെന്തക്കോസ്തുകാർ വരാൻ തുടങ്ങിയത് 1960കളുടെ മധ്യത്തിന് ശേഷം. അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം ഞാൻ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത്, ഈ പാസ്റ്റർ കെ ഇ എബ്രഹാമും KC ചെറിയാനും അവരാണ് ആദ്യമായിട്ട് അമേരിക്കയിലെത്തുന്ന മലയാളികളിൽ 2 പേര്. അപ്പോൾ തന്നെ അതിനു മുമ്പ് വേറെ ഏതെങ്കിലും മലയാളികൾ എത്തിയിട്ടുണ്ടോ എന്ന് വല്ലതും അറിയാമോ? മലയാളികൾ എത്തിയിട്ടുണ്ട്. അവർ വരുമ്പോഴും അവർ മലയാളികളെ മീറ്റ് ചെയ്തതായിട്ടൊക്കെ അവിടെ അദ്ദേഹത്തിന് ആദ്യത്തെ യാത്രയിൽ തന്നെ ഉണ്ടോ? കെ എബ്രഹാം സാറിൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച മലയാളികളെ പറ്റിയോ മറ്റോ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. എന്നാലും ഈ മലയാളികൾ സഭകൾ ഉണ്ടായിരുന്നില്ല. ഇൻ്റർനെറ്റിലെങ്ങും തിരഞ്ഞാൽ അമേരിക്കയിൽ ആദ്യം എത്തിയ മലയാളി ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒന്ന് അന്വേഷിക്കുന്ന നല്ലതായിരിക്കും. അല്ല, ഇപ്പം മലയാളികളിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ അവിടെ പഠിക്കാൻ വന്ന മലയാളികളുണ്ട്. ഇപ്പം തന്നെ അത് വർഷം ഒന്ന് നോക്കണം. നമ്മുടെ TV തോമസ് സാർ അമേരിക്കയിൽ പഠിച്ച ആളാണ്. അമേരിക്കയിൽ അത് എനിക്ക് തോന്നുന്നത് 40കളുടെ അവസാനമോ ആണ് അദ്ദേഹം പോയത്, അല്ലെങ്കിൽ 50കളുടെ ആരംഭത്തിലായിരിക്കാം അദ്ദേഹം അമേരിക്കയിൽ പോയത്. അപ്പം കെ എബ്രഹാം സാർ എനിക്ക് തോന്നുന്നു 56-ന് ശേഷം കണ്ടാണ്. അല്ല 46-ലും കണ്ടാണ്. 46-ലാണ്. എനിക്കതും കൃത്യമായിട്ട് അതിൻ്റെ സമയം ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 46-ലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതോ 36-ലാണോ? 36 ആകാനില്ല. അത് നമ്മൾ പെന്തക്കോസ്ത് പ്രസ്ഥാനം ആരംഭിച്ച ആ കാലഘട്ടത്തിൽ അപ്പോൾ അതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 40കളിലാണ് ഇവർ പോകുന്നത്. അതിന് മുൻപ് മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല. എനിക്ക് അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ. അപ്പം അന്ന് തൊട്ടുള്ള ഒരു മലയാളി സാന്നിധ്യം അമേരിക്കയിൽ ഉണ്ടെങ്കിലും മലയാളികൾ സഭകളായിട്ട് ആദ്യമായിട്ട് 68-ലാണ് ന്യൂയോർക്കിലെ ICA ഉണ്ടാകും, ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി രൂപം കൊള്ളുന്നത്. അതാണ് പെന്തക്കോസ്തുകാരുടെ ആദ്യത്തെ പെന്തക്കോസ്തുകാരെന്നല്ല, എല്ലാ മലയാളികളും ചേർന്നുള്ളവരെണ്ണമായിരുന്നു. മർത്തോമക്കാരും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കൂട്ടമായിരുന്നു. വേറെ ഒരു സഭയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 68 മുതൽ ആണ് അവിടെ സഭകളായിട്ട് സ്ഥാപിതമായതും ആളുകൾ വരാൻ തുടങ്ങിയതും. പഠിക്കാൻ വന്നവരാണ് ആദ്യം ബൈബിൾ സ്കൂളുകളിൽ പഠിക്കാൻ വന്നവർ, പിന്നെ നേഴ്സായിട്ട് വന്നവർ, പിന്നെ അവരുടെ അനന്തര തലമുറകൾ വന്നു, അവരുടെ ബന്ധുക്കൾ വന്നു. അങ്ങനെ ധാരാളം പേര് വന്നു. അവരൊക്കെ ചെറുപ്പകാലത്ത് വന്നു, ജോലിയായി. അവരൊക്കെ ഇപ്പോൾ ആ തലമുറ എല്ലാം H1B വിസക്കാർ പിന്നീട് അത് H1B വിസയൊക്കെ പിന്നീട് ഒരു 90കൾക്ക് ശേഷമൊക്കെയാണ് അത് ചെറുതായിട്ട് തുടങ്ങിയത്. 2000-ന് ശേഷമാണ് അത് വളരെ വ്യാപകമായത്. ഈ കമ്പ്യൂട്ടറും IT മേഖല വികസിച്ചത്, ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടി അത് വന്നപ്പോഴാണ് കൂടുതലായിട്ടും H1B വിസ ആ മേഖലയിൽ വന്നത്. എന്നാൽ നമ്മളിത് പറയുമ്പോഴും അമേരിക്കയിൽ ഇപ്പം കുടിയേറുന്നവരിൽ 78% ഹിന്ദുക്കളോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരും ഒക്കെയാണ്. മലയാളികൾ വെറും 10-12% അല്ലെങ്കിൽ ഉള്ളൂ ക്രിസ്ത്യാനികൾ. അതിൽ തന്നെ പെന്തക്കോസ്തുകാർ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവിടെ കുടിയേറുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് 78%. ബാക്കി 22% ക്രിസ്ത്യാനികൾ ഉള്ളതിൽ തന്നെ മർത്തോമക്കാരും യാക്കോബക്കാരും എല്ലാവരും കൂടിയാണ് 22%. അതിൽ തന്നെ മലയാളികൾ അത്രയും പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള അമേരിക്കയിലെ ഇന്ത്യൻ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഒരു ചെറിയ സംഖ്യയെ വരുന്നുള്ളൂ. എന്നാൽ അമേരിക്കയിലെ പെന്തക്കോസ്ത് സഭകളിൽ ഇപ്പോൾ ഉള്ള ആദ്യത്തെ തലമുറ എല്ലാവരും തന്നെ പ്രായമായി, എല്ലാവരും തന്നെ റിട്ടയർ ചെയ്തു. അവരെല്ലാം
എല്ലാവരും തന്നെ സാമ്പത്തികമായി ഒരു നല്ല വെൽ ഓഫ് ആയിട്ടുണ്ട്. അവരുടെ രണ്ടാമത്തെ തലമുറ വളരെ സാമ്പത്തികമായി വളരെ മുന്നോട്ട് പോയിട്ട് പിതാക്കന്മാരും ഒക്കെ സമ്പാദിച്ചതിൻ്റെയൊക്കെ 4 ഇരട്ടി ശമ്പളം വാങ്ങുന്ന അതാണ് ഈ രണ്ടാം തലമുറയിൽപ്പെട്ട കുട്ടികൾ. അത് തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ സി ഒക്കെ വരുമ്പോഴേക്കും അത് പിന്നെയും വളരെ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അമേരിക്കൻ മലയാളീസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സമൂഹങ്ങളിലൊന്നാണ്. അതെ, അമേരിക്കയിലെ മൊത്തത്തിലെടുത്ത ഇന്ത്യക്കാരും തന്നെ അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന സാമ്പത്തികമായിട്ട് വളരെ മുമ്പ് നിൽക്കുന്നവരാണ്. അത് നമ്മുടെ ഒരു സമ്പാദ്യശീലമൊക്കെ കൊണ്ടാണ്. സമ്പാദ്യശീലവും നമ്മുടെ കുടുംബ ബന്ധവും മറ്റവർക്കെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, കുടുംബ ബന്ധം ശിഥിലമാകുമ്പോൾ ഉള്ള സ്വത്തുക്കൾ വിഭജിക്കപ്പെട്ടൊക്കെ അങ്ങ് പോകുന്നത് ഒരു കാരണമാണ്. എന്നാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് അവർ ഒന്നിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ അതിനൊരു മുഖ്യ കാരണമാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ ജനിക്കുന്ന 3-ാം തലമുറ, ഇപ്പോൾ ആദ്യത്തെ തലമുറ ഇന്ത്യയിൽ നിന്ന് പോയി. അപ്പോൾ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അവരാണ് കൂടെ വരികയും പോവുകയൊക്കെ സഹായിക്കുകയും ഈ സഭകളെ മുഴുവൻ സഹായിച്ചതും നിലനിർത്തിയതും ഒക്കെ അവർ തന്നെയാണ്. 2-ാം തലമുറയിൽപ്പെട്ടവർക്ക് അത്രയും ഒരു പ്രതിബദ്ധത ഭാരതത്തോടില്ല. ഇവിടുന്ന് വരുന്നവരെ പാസ്റ്റർമാരെ അറിയില്ല, അവർക്കും ഇവരെ അറിയില്ല, ഭാഷ അറിയില്ല, അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഭാഷ അറിയാവുന്നവർ അവിടുത്തെ ഉള്ള ആളുകളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചാണ് ഇങ്ങോട്ടൊക്കെ അയക്കുന്നത്. പിന്നെ 3-ാം തലമുറ വരുമ്പോൾ ഇതൊന്നുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഒരു അമേരിക്കനൈസ്ഡ് ആയിപ്പോയി. മുഴുവനും അമേരിക്കയിൽ ജനിച്ച അമേരിക്കൻ സിറ്റിസൺസായിട്ട് വളർന്നു വരുന്ന ആ 3-ാം തലമുറ അവർ മലയാളി ചർച്ചുകളിൽ അങ്ങനെ വലുതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോകുമോ തുടർന്നുള്ള കാലങ്ങളിൽ എന്നുള്ളതറിയില്ല. 2-ാം തലമുറ വരെയൊക്കെ കുറേ നിൽക്കും. എന്നാൽ തന്നെ ഇപ്പോൾ ഇപ്പം ന്യൂയോർക്കിലൊക്കെ നമ്മുടെ ഈ മലയാളികളായിട്ടുള്ളവർ ഇംഗ്ലീഷ് സഭയുടെ ആ ഒരു സ്റ്റൈലിലുള്ള സഭകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മലയാളി ചർച്ചുകളിൽ തന്നെ ഇംഗ്ലീഷിൽ സർവീസ് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷ മാത്രമല്ല, ഒരു സാംസ്കാരികമായിട്ടൊരു മാറ്റം കൂടെ ഉണ്ട് അതിനകത്ത്. ഉണ്ട്. ഭാഷ മാത്രമല്ല, നമുക്ക് ബന്ധങ്ങളൊക്കെ ഒരു തന്നെ അവിടെ ഉള്ള കുട്ടികളോട് നമ്മൾ ഇത് നമ്മുടെ അവർക്കതൊരു അവർക്ക് അതെന്ത് ബന്ധമാണെന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സംസ്കാരപരമായ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞാലും മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സ്പിരിച്വൽ ബേസ്, അത് മലയാളി കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി പറഞ്ഞാൽ ആദ്യത്തെ തലമുറ വന്നപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർ വളരെ സ്ട്രഗിൾ ചെയ്താണ് ആദ്യകാലങ്ങളിൽ. അപ്പം ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യ വീട്ടിൽ കുട്ടികളെ നോക്കുമോ, അല്ലെങ്കിൽ ഭാര്യ ജോലി കഴിഞ്ഞ് പറ്റുന്ന ഉടനെ ഭർത്താവ് ജോലിക്ക് പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഷിഫ്റ്റിലായിട്ട് മാറിയൊക്കെ വന്നതുകൊണ്ട് ജീവിക്കാൻ പറ്റാതെ പോയ ഒരു സമൂഹം. അതെ, അതുകൊണ്ട് ആ യോഗങ്ങൾക്കും കൂട്ടങ്ങൾക്കും ഒക്കെ എപ്പോഴും കുടുംബവും ഒന്നിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു നല്ല ശതമാനത്തിന് അത് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ കിട്ടിയ അവസരങ്ങൾ എല്ലാവരും അവസരങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ആ സ്ട്രഗിൾ കൊണ്ട് ഈ ആത്മീയത ഇപ്പോൾ നമ്മൾ അതേസമയം നമ്മളെല്ലാം ഒരു കംഫർട്ട് സോണിൽ നിന്ന് ആകുമ്പോൾ നമുക്ക് പോയി ഇന്ന് ആരാധിക്കണമെങ്കിൽ ആരാധിക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് 2-ാമത്തെ തലമുറയിലും ഒക്കെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈവൻ ഇവിടെ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വീടുകളിൽ ധാരാളം കുട്ടികൾ നമ്മുടെ പെന്തക്കോസ്തിൻ്റെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു 50 വർഷം മുമ്പ് നമ്മൾ ചർച്ചിൽ വന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ കാത്തിരിപ്പ് നടത്തി ഒക്കെയാണ് അഭിഷേകം പ്രാപിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കൊച്ചു കുട്ടികളാകുമ്പോൾ തന്നെ അവർ യോഗത്തിന് വന്നിരിക്കുമ്പം തന്നെ അവർ കൈകൊട്ടി അങ്ങ് ആത്മാവിലാകുന്നത് പോലെയുള്ള ചില വീഡിയോകളൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ആ ഒരു രീതി പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് ആരാധനയുടെ ഒരു രീതി പണ്ടത്തേതിൽ നിന്നും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ലൈവ്ലി ആയിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ എല്ലാ മീറ്റിങ്ങുകളിലും അങ്ങനെ അതിൻ്റേതായ ഒരു ഉണർവിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് അവിടെയും വർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയേറെ സമയം വർഷിപ്പിന് വേണ്ടി എന്ന് പറഞ്ഞ് പാട്ടും അതും ഇതുമൊക്കെ ആയിട്ട് മാറ്റിവെച്ച് വർഷിപ്പിന് വേണ്ടി കുറേ സമയം ചിലവാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അടിസ്ഥാനപരമായ വേദോപദേശങ്ങളെ പറ്റി അവർക്ക് ഒരറിവുമില്ല.
അവിടെ അതൊരു വലിയ അപകടം. അത് അവിടെ മാത്രമല്ല, ഈ കേരളത്തിലും അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ഈ 10 ക്ലാസ് അല്ലെ 15 ക്ലാസ് സൺഡേ സ്കൂളൊക്കെ ഉണ്ടെങ്കിലും ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. അത് അവിടെയും ആ സെയിം ഇതിലാണ് പോകുന്നത്. നമുക്ക് അതിന് തക്കവണ്ണമുള്ളൊരു പാഠപദ്ധതി സൺഡേ സ്കൂളിനില്ല അവിടെ. അവിടെ എല്ലാം പിള്ളേർ പടം വരയ്ക്കുകയും കളർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ വളർന്നു വരുന്നത് കൊണ്ട് ജനറലായിട്ടുള്ള ചില ബൈബിൾ സ്റ്റോറികൾ പഠിക്കുന്നതല്ലാതെ ഉപദേശങ്ങൾ വേണ്ട തരത്തിൽ അവർ അറിയുന്നില്ല. പിന്നെ പ്രസംഗങ്ങളാണെങ്കിലും ആ ഒരു രീതിയിലാണ് അവിടെ പ്രസംഗങ്ങൾ പോകുന്നത്. അതിൽ നിന്നും വലുതായിട്ടൊന്നും കിട്ടുന്നില്ല അവർക്ക്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ വളർന്നു വരുന്ന തലമുറ ഉപദേശത്തിൽ എത്രത്തോളം നിലനിൽക്കും. ഈ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അമേരിക്കനൈസ്ഡായ ഈ 3-ാം തലമുറ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ പഴയ അത്രയും ഒരു തീവ്രതയുണ്ടോ, അടുപ്പമുണ്ടോ, എങ്ങനെ തോന്നുന്നു? പഴയ തലമുറയിലെ രീതിയിലല്ല. ഇപ്പം നമ്മളിപ്പം ഭർത്താവെന്ന നിലയിൽ നമ്മൾ ഭർത്താവ് ഭാര്യയെ നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നു. ആ ഒരു സിസ്റ്റം മാറി അവിടെ ഇപ്പോഴത്തെ തലമുറ ഈക്വലായിട്ടാണ് ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭർത്താവും കുക്ക് ചെയ്യും, ഭാര്യയും കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ സ്പേസും ഉണ്ട്. അവർക്ക് ഇപ്പം ഭാര്യയ്ക്ക് അവരുടെ കൂട്ടുകാരികളുമായിട്ട് സമയം സ്പെൻഡ് ഇടാൻ അവർക്ക് അവസരമുണ്ട്. അപ്പോൾ തന്നെ ഭർത്താക്കന്മാരായ ചെറുപ്പക്കാരായ, ഞാൻ പറയുന്ന ഒരു 30-40 വയസ്സ് ആ റേഞ്ചിലുള്ള ചെറുപ്പക്കാർ, അവർ ഇവിടുത്തെ ഫുട്ബോൾ ഗെയിം ഉണ്ടാകുമ്പോൾ അവരെല്ലാം കൂടെ പോയിരുന്ന് ഫുട്ബോൾ വാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഭാര്യമാർക്ക് അവരുടേതായ ഒരു ഉണ്ടല്ലോ, അവരുടെ രണ്ട് കൂട്ടർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്, കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു മാറ്റത്തെക്കാൾ ഞാൻ ചോദിച്ചത് ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു വലിയ ഒരു ആഴത്തിലുള്ള ബന്ധം മലയാളി കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു. അതിപ്പം അടുത്ത പുതിയ ജനറേഷനിൽ അത് വിസിബിൾ ആണോ? അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചാണ്. നമ്മൾ നേരത്തെ കുടുംബ ബന്ധങ്ങളിൽ ആഴത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭർത്താവിനൊരു പ്രത്യേക റോള്, ഭാര്യയ്ക്കൊരു റോള്, കുട്ടികൾക്ക് അവരുടേതായ റോള്, അത് എല്ലാവരും അതിങ്ങനെ പാലിച്ചു പോന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റോളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ആഴമുണ്ടോ പരപ്പുണ്ടോ എന്നുള്ളത് നമ്മളാണ് പിന്നെ തീരുമാനിക്കണം. മനസ്സിലായി. എനിവേ, പിന്നെ മലയാളി പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയുടെ അമേരിക്കയിലുള്ള ഈ 3-ാം തലമുറ അവർ എൻ്റെ യാത്രകളിലൊക്കെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അവർ കുറേ കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ്. അതെ, ഈ കാപട്യങ്ങൾ പഴയ തലമുറയുടെ അത്രയും ഇല്ലാത്ത ഒരു ജനറേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അവർ കുറച്ചും കൂടെ അമേരിക്കനൈസ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ സ്പിരിച്വാലിറ്റിയിൽ ഒത്തിരി താല്പര്യമുള്ള ഒത്തിരി ചെറുപ്പക്കാരെ നമ്മൾ കാണണം. നമ്മുടെ മാതാപിതാക്കൾക്കും ആ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴവിടെ. പണ്ട് നമ്മൾ മക്കൾക്ക് വിവാഹം ആലോചിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളിനെ വിവാഹം കഴിക്കുക എന്നുള്ള നിലയൊന്നും അല്ലല്ലോ ഇപ്പോൾ അവിടെ ഉള്ളത്. അത് അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവർ കണ്ടുപിടിക്കുകയും അവർ വന്ന് പേരൻസിനോട് പറയുമ്പോൾ പേരൻസ് അത് അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ അംഗീകരിക്കുകയും ചെയ്യാനുള്ളൊരു മനസ്ഥിതി പേരൻസിനും വന്നിട്ടുണ്ട്. പണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വന്നു എനിക്ക് ഇന്ന വരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുകയും. അല്ല, അതിനകത്ത് ഒത്തിരി വ്യത്യാസം. പല ഇത് ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിലേക്കൊരു വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് വരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് അതുപോലും മാറി തുടങ്ങി. അതുപോലെ മാറിയിട്ടുണ്ട്. തിരിച്ച് ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പം മർത്തോമായിരുന്ന അല്ലെ CS ആയിരുന്ന ഒക്കെ എടുക്കുന്നതിനും വിവാഹം നടത്തുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും ഈവൻ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇടക്കാലത്ത്, ആദ്യകാലത്തില്ലായിരുന്നു, എന്നാൽ ഈ 2-ാം തലമുറയുടെ ഒരു കാലത്ത് ഈവൻ ബ്രദറിൽ നിന്ന് പോലും എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു ബ്രദറുകാരും ബന്ധിക്കോസുകാരും തമ്മിൽ. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ബ്രദറുകാരും ബന്ധിക്കോസുകാരും, ബന്ധിക്കോസിൽ നിന്നും ബ്രദറിലോട്ടും ഒക്കെ വിവാഹങ്ങൾ ഇപ്പോൾ അവിടെ അത് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ മാറ്റങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഒരു അമേരിക്കയിൽ ജനിച്ചു വളർന്ന 3-ാം തലമുറയിൽപ്പെട്ട ഒരു യുവാവോ യുവതിയോ ഒരു അമേരിക്കക്കാരനെ, ഒരു വെള്ളക്കാരനെയോ ഒരു കറുത്ത വർഗ്ഗക്കാരനെയോ അല്ലെങ്കിൽ ഒരു സ്പാനിഷുകാരനെയോ വിവാഹം കഴിക്കുന്നതിനേക്കാൾ പാരൻസ് ആഗ്രഹിക്കുന്നത്
ഈ ഒരു അവരെ പാരൻസ് ആഗ്രഹിക്കുന്ന ഒരു പെന്തിക്കോസുകാരനെ വിവാഹം കഴിക്കണം, തങ്ങളുടെ മോൾ അല്ലെ മോൻ എന്നോ ചിന്തിക്കുന്നു. ഇനി അതില്ലെങ്കിൽ ഒരു ബ്രദറുകാരനെ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു മർത്തോമക്കാരനെ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മർത്തോമക്കാരി ആയാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറിയിട്ടുണ്ട്. അല്ല പിന്നെ മലയാളി ആയാലും കുഴപ്പമില്ല, പിന്നെ അത് പിന്നെ അല്ല സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന അല്ല അത് അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ മകൻ ഒരു 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 പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയം, ഒരു വിഷയമാണ്. അല്ല നമ്മൾ സത്യത്തിൽ അതൊക്കെ ഈ സഭ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. നമ്മളിപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്നോ അല്ലെങ്കിൽ മറ്റതുപോലൊക്കെയുള്ള സമൂഹത്തിലെ തിന്മകളെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ തിന്മകളെ 100% എതിർക്കുമ്പോഴും ഇതിലകപ്പെട്ടു പോയവരോട് നമ്മൾ അതൊരു റിയാലിറ്റി ആയി വരുമ്പോഴത്തേനും റിയാലിറ്റി ആയിട്ട് വരുമ്പോൾ നമ്മൾ അവരെ വ്യക്തിപരമായിട്ട് നമ്മൾ അവരുമായിട്ട് ഉള്ള സഹകരണം ഒഴിവാക്കി അവരെ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കാതെ അവരെ സ്നേഹിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളവരെ ഒഴിവാക്കുന്നത് അകറ്റി നിർത്തുന്നതും ശരിയല്ല. എന്നാൽ സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ അവരെ ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സഭയ്ക്ക് അവിടെ തന്നെ പല അതിനകത്ത് അടിസ്ഥാനപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ബിബ്ലിക്കൽ നോംസിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അവർ ആ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ പാരൻസിന് ഒക്കെ അവരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ മറന്ന് കളയരുത്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തി അങ്ങ് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളരുത് എന്നുള്ളതേ ഉള്ളൂ. നാളെയെങ്കിലും സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ ഒട്ടും വിട്ടുവീഴ്ച അനുവദിക്കാനും പാടില്ല. അല്ല അതൊരു വലിയ ഒരു പ്രതിസന്ധിയാണത്. ചിലപ്പോൾ അത് ഇപ്പോൾ കുറച്ച് സമൂഹത്തിലെ കുറച്ച് പേരിൽ മാത്രമേ അതുള്ളെങ്കിൽ പോലും അതൊക്കെ ഭാവിയിൽ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് മുമ്പ് നമ്മൾ പറഞ്ഞാൽ മൂന്നാം തലമുറയ്ക്ക് അതൊരു വലിയ വിഷയമല്ലാത്ത ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. മൂന്നാം തലമുറയിൽ അവർ അത് സമൂഹത്തിലുള്ള ഒരു നാച്ചുറലായ അല്ലെങ്കിൽ സാധാരണ ഒരു സംഭവമാണെന്നുള്ളത് കൊണ്ട് അവരത് കുറച്ചുകൂടെ നമ്മളെക്കാൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് എടുക്കുന്നു. അങ്ങനെ ഒരു ബന്ധികേടുണ്ട്. ഓക്കെ, എനിവേ സാറേ, ഈ ദീർഘമായി നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു. ഒരു അവയർനെസ് എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ പ്രേക്ഷകർക്കും ആ കാര്യങ്ങൾ പലതും പുതുമയായിരിക്കാം. ഇപ്പം വിവാഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു നിലപാട്, കേരളത്തിലുള്ള ആളുകളുടെ ഒരു നിലപാടിന് വ്യത്യസ്തമാണ് അമേരിക്കൻ മലയാളികളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ളത്. മേ ബി അത് നാളെ നമ്മുടെ നാട്ടിലും കേരളത്തിലും അതൊക്കെ ആ നിലയിൽ വന്നേക്കാം. എപ്പോഴും വെസ്റ്റിൽ എന്ത് സംഭവിക്കുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടേക്കും വളരെ പെട്ടെന്ന് തന്നെ ഈവൻ അവിടങ്ങളിൽ അറിയുന്നതിനേക്കാൾ പെട്ടെന്ന് ഇവിടെ സാറേ, അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം നമ്മൾ പരാമർശിക്കാതെ വിട്ടുപോയ ഒരു മേഖലയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ ഈ അമേരിക്കയിലെന്നോ ഇന്ത്യയിലെന്നോ ഒന്നും വ്യത്യാസമില്ല. ലോകത്തിലെവിടെയും എല്ലാം മാറ്റങ്ങൾ ഒരേ സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. ആ മാറ്റങ്ങളോടൊപ്പം നമ്മുടെ സ്പിരിച്വാലിറ്റിയും നമ്മുടെ ഈ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ ട്രഡീഷനുകൾ അല്ലെങ്കിൽ ഈ നമ്മൾ ജനിച്ചു വളർന്ന നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ജനിച്ചു വളർന്ന നാടിൻ്റെ ഒരു പാരമ്പര്യങ്ങളും ഒക്കെ അതിൻ്റെ ആ നന്മയൊക്കെ ഉൾക്കൊള്ളുവാൻ സാധിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത് നല്ല കാര്യം. അപ്പോൾ തന്നെ ഒരു ഗ്ലോബലൈസേഷൻ എല്ലാ രംഗത്തും ഉണ്ടായിരിക്കുന്നു. അവനവൻ്റെ ഒരു വ്യക്തിത്വം ആ നിലയിൽ ഒരു നാടിൻ്റെ പരിധികൾക്കകത്ത് അതിരുകൾക്കകത്ത് ഒതുക്കി നിർത്തുവാൻ പറ്റാതെ പോകുമ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയിലെ ഒരു 3ാം ജനറേഷനിൽപ്പെട്ട മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാട് ഏതാണെന്ന് പറയുമ്പോൾ അവന് ഓഫ് കോഴ്സ് അവന് അമേരിക്കയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ അവൻ നേരിടുന്ന വലിയ ഒരു അസ്തിത്വ പ്രശ്നമുണ്ട്. ഞാൻ അമേരിക്കനാണോ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ അല്ല. അവൻ്റെ സംസ്കാരം കുറേ ഇതുമായിട്ടെല്ലാം മിക്സപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഒത്തിരി പ്രശ്നങ്ങൾ അവർ അത് 2ാം തലമുറയിൽ ഉണ്ടായതിൻ്റെ അത്രയും ഇപ്പം 3ാം തലമുറക്കാർക്കില്ല. കാരണം അവിടുത്തെ അമേരിക്കൻ സമൂഹത്തിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, സ്പാനിഷുകാരുണ്ട്, അമേരിക്കൻ ഇന്ത്യൻസ് ഉണ്ട്, ചൈനക്കാരുണ്ട്, കൊറിയക്കാരുണ്ട്. അതിനിടയിൽ ഇന്ത്യക്കാരും ചെല്ലുമ്പോൾ ഇവരെല്ലാം അമേരിക്കനാണ്. അവർക്ക് ആ ഒരു വ്യത്യാസം അത്രത്തോളം ഐഡൻറ്റിറ്റി ക്രൈസിസ് അത്രത്തോളം ഇല്ല. ഈ 2ാം തലമുറയ്ക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ വീട്ടിൽ മലയാളം കേട്ട് കുറച്ചൊക്കെ മലയാളം പറഞ്ഞു, നാട്ടിൽ നിന്ന് വന്ന അപ്പച്ചനും അമ്മച്ചിയും ഇവരെല്ലാവരും വീട്ടിലിരിക്കുന്നു. ആ
ഇന്ത്യൻ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു, സാരി കൊടുത്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവരെ നമ്മൾ സൽവാർ കമ്മീസും ഒക്കെ ഇട്ട് കൊച്ചു കുട്ടികളെയാണെങ്കിൽ പോലും അവർ നടക്കുന്നു. അപ്പോൾ ആ ഭാഷയുടെയും വസ്ത്രത്തിൻ്റെ ആഹാരത്തിൻ്റെയും എല്ലാം ഇപ്പോൾ അവർക്ക് ഒരു ക്രൈസിസ് ഉണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ കാണുന്നതല്ല വീട്ടിൽ വരുമ്പോൾ. എന്നാൽ മൂന്നാം തലമുറയ്ക്ക് അവരുടെ പേരൻസ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും ഇംഗ്ലീഷ് രീതിയിലുള്ള ആഹാരം അവർക്ക് ഉണ്ടല്ലോ, ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല അവരുടെ ഇപ്പോഴത്തെ തലം. അപ്പോൾ അതുകൊണ്ട് മൂന്നാം തലമുറയ്ക്ക് അത്രത്തോളം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിവേ വളരെയധികം കാര്യങ്ങൾ നമ്മൾ സാംജി സാമുവലിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ കാര്യങ്ങളെ കുറച്ചുകൂടെ വിശാലമായ കണ്ണോടെ കാണുകയും ആ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം വീണ്ടും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ സാധിക്കും. പാസ്റ്റർ KM ജോസഫ് കേരളക്കരയെ ഇളക്കി മറിച്ച അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു. അരനൂറ്റാണ്ട് കാലം പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം എഴുതിയ ചില ലഘുപുസ്തകങ്ങളുടെ സമാഹാരമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കന്യകാമറിയം, പൗരോഹിത്യം, സ്നാനം, പെന്തക്കോസ്ത്, ഈ 4 ലഘുപുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. ഉപദേശപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ രചനകളാണിത്. ഈ ഗ്രന്ഥം വേദപഠിതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. അതുപോലെ തന്നെ പാസ്റ്റർ KM ജോസഫിൻ്റെ മനോഹരമായ 151 പ്രസംഗങ്ങളുടെ സമാഹാരമാണിത്. പ്രസംഗക്കുറിപ്പുകളുടെ സമാഹാരം. ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന പുസ്തകമാണ്. ഇതോടൊപ്പം മറ്റ് 2 പുസ്തകങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഇന്നും നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരോ, ലഫ്റ്റനന്റ് കേണൽ ഏബ്രഹാം PV എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകം. ഇത് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 4 പുസ്തകങ്ങൾക്കും ഓരോന്നിനും 150 രൂപ വീതമാണ് വില. ആകെ 600 രൂപ. എന്നാൽ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പകുതി വിലയ്ക്ക്, അതായത് 300 രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നു. ഇതോടൊപ്പം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് 4 ബുക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും.